ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. വൃക്കകൾക്ക് നിരവധി ധർമ്മങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം മലിന വസ്തുക്കളെയും അമിതജലത്തെയും രക്തത്തിലെ മറ്റ് ധാന്യങ്ങളെയും അരിക്കുക എന്നതാണ്. ഈ മലിന വസ്തുക്കളെയെല്ലാം മൂത്രസഞ്ചിയിൽ ശേഖരിക്കപ്പെടുകയും മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഇതുകൂടാതെ pH നിലനിർത്തുക, പൊട്ടാസ്യത്തിന്റെയും ഉപ്പിന്റെയും അളവ് നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദവും അരുടെ രക്താണുക്കളുടെ നിർമ്മാണവും നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതും വൃക്കകളുടെ ജോലിയാണ്. വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തിനും പ്രധാനമാണ്. വൃക്കയുടെ ആരോഗ്യം നിലനിർത്താനായി ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം. വ്യായാമം പതിവാക്കാം. പതിവായ വ്യായാമം ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല, ഗുരുതരമായ വൃക്കരോഗത്തിനുള്ള സാധ്യതയും കുറയ്ക്കും. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനോടൊപ്പം ഹൃദയ ആരോഗ്യമേകാനും വ്യായാമം സഹായിക്കും. ഇത് രണ്ടും വൃക്ക തകരാറ് തടയുന്നു. വ്യായാമം ചെയ്യണം എന്ന് കരുതി ദീർഘദൂര നടത്തമോ ഒന്നും ചെയ്യേണ്ട. നടത്തം, ഓട്ടം, സൈക്ലിംഗ് എന്തിനേറെ നൃത്തം ചെയ്യുന്നത് പോലും ആരോഗ്യത്തിന് നല്ലതാണ്. എപ്പോഴും ശരീരം ആക്റ്റീവായി ഇരിക്കട്ടെ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കണം. പ്രമേഹമുള്ളവരിൽ വൃക്കകൾക്ക് തകരാറ് വരാം. ശരീരകോശങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ വൃക്കകൾക്ക് അധിക ജോലി ചെയ്യേണ്ടി വരുന്നു. വളരെ കാലം കഴിയുമ്പോൾ ഇത് ജീവന് തന്നെ ആപത്തായേക്കാവുന്ന അവസ്ഥയിലെത്താം. എന്നാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചാൽ വൃക്ക തകരാറ് തടയാം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കണം. ഉയർന്ന രക്തസമ്മർദ്ദം വൃക്ക തകരാറിന് കാരണമായേക്കാം. രക്തസമ്മർദ്ദത്തിനോടൊപ്പം പ്രമേഹം, ഹൃദ്രോഗം, ഉയർന്ന കൊളസ്ട്രോൾ ഇവ കൂടിയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. 120/80 ആണ് ആരോഗ്യകരമായ രക്തസമ്മർദ്ദത്തിന്റെ അളവ്. ജീവിതശൈലി, ഭക്ഷണം ഇവയിൽ മാറ്റം വരുത്തിയാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാം. 140/90 അധികമാണ് എങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്ന് ചുരുക്കം. ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം ആരോഗ്യകരമാക്കാം. അമിതഭാരമോ പൊണ്ണത്തടിയോ ഉള്ളവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് വൃക്ക തകരാറിന് കാരണമാകാം. സോഡിയം കുറഞ്ഞ ഭക്ഷണം, അതായത് കോളിഫ്ലവർ, മത്സ്യം, മുഴുധാന്യങ്ങൾ മുതലായവ കഴിക്കുക. പ്രോസസ് ചെയ്ത ഇറച്ചി ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കാം. ദിവസവും 8 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നത് കേട്ട് മടുത്തതാകാം. എന്നാലും ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കണം. വൃക്കകളുടെ ആരോഗ്യത്തിനും ഇത് പ്രധാനമാണ്. വൃക്കയിൽ നിന്ന് സോഡിയവും ടോക്സിനുകളും നീക്കാൻ വെള്ളം സഹായിക്കും. ഒപ്പം വൃക്കാരോഗ സാധ്യതയും കുറയ്ക്കും. കുറഞ്ഞത് 1.5 മുതൽ 2 ലിറ്റർ വെള്ളം കുടിക്കുക. എത്ര വെള്ളം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നത് കാലാവസ്ഥ, വ്യായാമം, പൊതുവായ ആരോഗ്യം ഇവയെല്ലാം ആശ്രയിച്ചിരിക്കും. മൂത്രത്തിൽ കല്ല് മുൻപ് വന്നവർ ഒരൽപ്പം കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. പുകവലി ഒഴിവാക്കാം. പുകവലി രക്തക്കുഴലുകളെ തകരാറിലാക്കും. ഇത് ശരീരത്തിലേക്കും വൃക്കകളിലേക്കുമുള്ള രക്തപ്രവാഹം സാവധാനത്തിലാക്കും. പുകവലി വൃക്കകളിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂട്ടും. പുകവലി ഉപേക്ഷിച്ചാൽ രോഗസാധ്യതയും കുറയും. വേദന സംഹാരികൾ പതിവാക്കിയാൽ. വേദന സംഹാരികൾ പതിവായി കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കാം. കടുത്ത വേദന, തലവേദന, സന്ധിവാതം മുതലായവയ്ക്ക് മരുന്ന് കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത് പതിവായി കഴിക്കരുത്. വൃക്ക തകരാറിന് കാരണമാകും. വൃക്കയുടെ പ്രവർത്തനം പരിശോധിക്കാം. വൃക്കയുടെ പ്രവർത്തനം അറിയാൻ ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും വൃക്കാരോഗം വരാൻ സാധ്യത കൂടുതലുള്ള ആളാണെങ്കിൽ. ഇവയെല്ലാം പതിവായി ടെസ്റ്റ് ചെയ്യാതെ 6 മാസത്തിലൊരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. 60 വയസ്സ് കഴിഞ്ഞവർ, ജനനസമയത്ത് ശരീരഭാരം തീരെ കുറഞ്ഞവർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ, കുടുംബത്തിൽ ഹൃദ്രോഗം ഉള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർ, പൊണ്ണത്തടിയുള്ളവർ, വൃക്ക തകരാറ് ഉണ്ടെന്ന് കരുതുന്നവർ ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.